ഒരു കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. CPM-ഉം കോൺഗ്രസും അവർക്ക് പേടി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഭയം വന്നിട്ടുണ്ട് എന്ന് അതിലൊരു സംശയം ഞങ്ങൾക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ച് നമ്മളെല്ലാവരും ആലോചിച്ചാൽ, ഞങ്ങൾ 7-ാം തീയതി മാർച്ച് മുതൽ തുടങ്ങിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അത് ഔട്ട്ഡോർ ക്യാമ്പയിനും ഡിജിറ്റൽ ക്യാമ്പയിൻ വഴി നന്നായി ആ ക്യാമ്പയിൻ വൈറലാവുന്ന സമയത്താണ് കഴിഞ്ഞ 3 ദിവസം ആയി നമ്മൾ കാണുന്നത്, കോൺഗ്രസ് പറയുന്നു CPM BJP-ന്റെ B ടീമാണ്, CPM പറയുന്നു കോൺഗ്രസ് BJP-ന്റെ B ടീമാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ഒന്ന്, ഈ രണ്ടല്ല ഒന്നാണ് എന്ന് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. അതിൻ്റെ ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഉദാഹരണം ശബരിമല കൊള്ള, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം രാഷ്ട്രീയം, പിന്നെ വികസനമില്ലായ്മ, അഴിമതിയും ചെയ്യുന്ന 2 പാർട്ടി CPM-ഉം കോൺഗ്രസ് ആണെന്ന് ഈ 3 ഉദാഹരണമായിട്ട് ഞങ്ങൾ പറയുന്നത്. CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിൻ്റെ അപ്പുറം ഈ 2 പാർട്ടി അവരുടെ നിലപാട് കഴിഞ്ഞ ഈ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവരെന്തെല്ലാം ചെയ്തു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്നാമത്തെ കാര്യം അതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്തൊരു പ്രചരണം, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടാൻ പോകുന്നു, 120 സീറ്റ് കിട്ടാൻ പോകുന്നു, 150 സീറ്റ് കിട്ടാൻ പോകുന്നു. പിന്നെ ആരോ പറഞ്ഞല്ല 140 സീറ്റേ ഉള്ളൂ. അപ്പൊ അത് മാറ്റി. അവർക്ക് കൃത്യമായി ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അവർക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അവരുടെ സ്ഥിതി ഇന്ന് സർവേ പ്രകാരം അതിന്റെ പകുതിയും കിട്ടില്ല. അതുകൊണ്ട് അവർക്കൊരു പെട്ടെന്ന് ഒരു അർജന്റായിട്ട് മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, 100% അത് കൺസോളിഡേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം. അത് എന്ത് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? അവരുടെ മനസ്സിലെ, ഞാനല്ല പറഞ്ഞത്. CPM-ന് പോകുന്ന മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ CPM BJP-ന്റെ B ടീമാണെന്ന് പ്രചരിപ്പിക്കാം. മറുവശത്തൊരു CPM ഉണ്ടല്ലോ. CPM-ഉം കോൺഗ്രസിന്റെ ഒരു മിനി വെർഷൻ അല്ലേ. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അല്ലല്ല രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ BJP-ന്റെ B ടീം. അപ്പൊ ഇതിന് പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കറിയാം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ട്, ഈ 2 പാർട്ടിയും രണ്ടല്ല ഒന്നാണ്. രണ്ടാമത്തെ കാരണം, അവർക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് കാലത്തെ ഇലക്ഷന് പോലെ മുസ്ലിം സഹോദര സഹോദരിമാരും ഇവരെ രാഷ്ട്രീയത്തിന്റെ ഇരകളാവാൻ അവർക്കും താല്പര്യമില്ല. അതിനുവേണ്ടി ഒരു പ്രചരണം നടത്തുന്നു. അതിന്റെ ഭാഗമായി ഈ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ്. അതിന്റെ ഭാഗമായി എനിക്ക് കുറച്ച് തെളിവ് മുമ്പോട്ട് വെക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ വെക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നും ഓർമ്മയുണ്ട്, ഈ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും ഭീകരമായ അഴിമതി നടന്നത് 2004 മുതൽ 2014 ആയിരുന്നു. UPA സർക്കാരായിരുന്നു, കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു. കോൾഗേറ്റ്, 2G സ്കാം, കോമൺവെൽത്ത് സ്കാം, ഇതെല്ലാം നടന്നത് 2004 മുതൽ 2009 വരെ. ഫാർമേഴ്സ് ലോൺ സ്കാം നടന്നത് 2004 മുതൽ 2009 വരെ.
ഈ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നത് ആരുടെ പിന്തുണയായി ഉണ്ടായിരുന്നു 2004 മുതൽ 9 വരെ? ഓർമ്മിക്കണം. CPM ആയിരുന്നു കോൺഗ്രസിന്റെ പാർട്ട്ണർ 2004 മുതൽ 2009. ഇത് മറക്കരുത്, ഞാൻ മറക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് ആരാണ് ആരുടെ ബി ടീം എന്ന് ഒരു സാധാരണ മലയാളിയോട് ചോദിച്ചാൽ, ഞാൻ ഇനി പറയാണ്ട്, ഇപ്പൊ തുടക്കമാണ്. പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടിയായിരുന്നു CPM. എല്ലാം ശരിയാവുമെന്ന വാഗ്ദാനം കൊടുത്ത് മാൻഡേറ്റ് കിട്ടിയ പാർട്ടിയായിരുന്നു CPM. ഒന്നും ശരിയായില്ല. പക്ഷേ ഓരോരോ കൊല്ലം 10 കൊല്ലത്തിൽ ഈ ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടി എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വായിച്ചു പഠിച്ചിട്ടുണ്ട്, ഒരു ചുക്കും പറഞ്ഞില്ല. അപ്പൊ എന്തുകൊണ്ട്? കാരണം CPM കോൺഗ്രസ് രണ്ടല്ല, ഒന്നായിരുന്നു കഴിഞ്ഞ 10 കൊല്ലം. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ 2025, ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചരിത്രം പറഞ്ഞു തരികയാണ്. തെളിവ്, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയും CPM പൊളിക്കണ്ടേ? ഇത് നമ്മളെല്ലാം ഉത്തരവാദിത്തമല്ലേ? 2025 BJP സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിരുന്നു അയിരൂർ പഞ്ചായത്തിൽ. പക്ഷേ ആരാണ് കൈ പിടിച്ച് BJPനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയത്? കോൺഗ്രസും CPM, LDFും UDFും. ഇപ്പോ ആരാണ് ആരുടെ ബി ടീം? ഞങ്ങളെ തോൽപ്പിക്കാൻ CPMും കോൺഗ്രസും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് ആരുടെ ബി ടീം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇത് ഇപ്പൊ നടന്നതാണ്, 4 മാസം മുമ്പേ. 2020 NDA തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിൽ 5 സീറ്റ് പിടിച്ചു. പക്ഷെ CPMന് അവിടെ പിന്തുണ കൊടുത്തത് ആരായിരുന്നു? UDF. ആരാണ് ആദ്യ ബി ടീം? ചോദിക്കേണ്ടതല്ലേ? പിന്നെ ഇവരുടെ ഒരു ഒത്തുകളി, അതിന് ഞാൻ ഒരു 2-3 ഉദാഹരണം പറയണേ. 2006 UDFന്റെ N ശക്തൻ നേമം മണ്ഡലം ജയിച്ചത് 50.7% വോട്ട് ഷെയർ ഉണ്ട്. 2011 5 കൊല്ലം കഴിഞ്ഞിട്ട് UDFന്റെ വോട്ട് ഷെയർ 17%. ബാക്കി എവിടെ പോയി? കോൺഗ്രസ്, UDF, CPMന്റെ ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ മൊത്തം വോട്ട് ട്രാൻസ്ഫർ ചെയ്തു 2011. ആരാണ് ആദ്യ ബി ടീം? 2016 കോൺഗ്രസിന്റെ വോട്ട് ഷെയർ, നേമം മണ്ഡലത്തിൽ വോട്ട് ഷെയർ 9.7%. എന്തായിരുന്നു 2006? 50.7%. 2011 ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ 17.38. 2016 9.7%. സുരേന്ദ്രൻ പിള്ളേനെ തോൽപ്പിച്ചു, ശിവൻകുട്ടീനെ ജയിപ്പിക്കാൻ നോക്കി, പക്ഷേ ജനങ്ങൾ O രാജഗോപാലിനെ ജയിപ്പിച്ചു. അതേപോലെ തന്നെ 2021 ഇതേ ക്രോസ് വോട്ടിംഗ് K മുരളീധരനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ചെയ്തു. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇത് ഞാൻ തുടങ്ങിയാണ്ടല്ലോ, ഇത് 2 മണിക്കൂർ എടുക്കും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, വട്ടിയൂർക്കാവിൻ്റെ വോട്ട് CPMന്റെ KJ തോമസ് കമ്മീഷൻ പറയുന്നു, അവരെ പാർട്ടി കമ്മീഷനാണ്. CPMന്റെ സ്ഥാനാർത്ഥി TN സീമേനെ 3ാം സ്ഥലത്തേക്ക് മാറ്റിയത് K മുരളീധരന് വോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണെന്ന്. ആരാണ് ആദ്യ ബി ടീം?
അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ മഞ്ചേശ്വരം 16-21, 24 തിരുവനന്തപുരം ഫീൽഡ് ചെയ്ത വീക്ക് കാൻഡിഡേറ്റ്സ്, വയനാട് അത് എലക്ഷൻ, പിന്നെ ഓരോരോ കൊടുങ്ങല്ലൂര് 2025 40% വോട്ട് പിടിച്ച BJP-നെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ട്രാൻസ്ഫർ ചെയ്ത വോട്ട് ആർക്കാ ട്രാൻസ്ഫർ ചെയ്ത്? CPM-ന്. അപ്പൊ B ടീം ആരാണ്, A ടീം ആരാണ്? ഇതില് ആലോചിക്കണ്ടല്ലേ? ആലോചിക്കണം. പിന്നെ പാർലമെന്റിൽ ട്രിപ്പിൾ തലാഖാണോ, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആണോ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണോ, വഖഫ് അമെൻമെന്റ് ആക്ട് ആണോ? ഇതിലെല്ലാം ഒരുമിച്ച് വോട്ട് ചെയ്യുന്നത് ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ? അപ്പോൾ എങ്ങനെയാണിത്? ആരാണ് ഇതിൽ A ടീം B ടീം? അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്? ഓക്കെ, CPM പറയട്ടെ, ഞാനാണ് A ടീം, കോൺഗ്രസ് ആണ് B ടീം. പക്ഷെ ഇവർ തമ്മിലാണല്ലോ AB. എന്നിട്ട് ഈ ഇലക്ഷനിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന ആരാണ് ഒരുമിച്ച്? CPM-ഉം കോൺഗ്രസ് അല്ലേ? 27 സംസ്ഥാനവും 8 യൂണിയൻ ടെറിട്ടറിയിൽ പൊളിറ്റിക്കൽ അലയൻസിൽ ആരാണ്? CPM കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഇന്നു മുതൽ ഈ ഒരു നുണ പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസും CPM നിർത്തണം. കാരണം ഇത് പറഞ്ഞാൽ ജനങ്ങളെ വെടിയാക്കാൻ ഒരു ശ്രമമാണെന്ന് ജനങ്ങൾ ആലോചിക്കും. അപ്പോൾ അത് നിർത്തണം. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. BJP NDA-നെ തോൽപ്പിക്കണമെങ്കിൽ ഈ വികസന മത്സരത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുക. ഈ നുണ പറഞ്ഞ് മുസ്ലിം വോട്ട് പിടിക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ രാഷ്ട്രീയം ഇനി ഇവിടെ നടക്കില്ല, അത് നടക്കാൻ സമ്മതിക്കില്ല എന്ന് BJP പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പഠിച്ചൊരാളാണ് ഞാൻ. അപ്പോൾ 2006 മുതൽ എനിക്കൊരു PhD ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. PhD കിട്ടണമെങ്കിൽ, എനിക്ക് തരണമെങ്കിൽ കോൺഗ്രസ് പോളിറ്റിക്സിനെ കുറിച്ച് എനിക്ക് ഒരു PhD കിട്ടാൻ ഒരു യോഗ്യതയുണ്ട്. കോൺഗ്രസിന്റെ ഒരു സെറ്റ് രീതിയാണ്. തോൽക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു 10-12 ദിവസം മുമ്പേ ഒരു പുതിയ നെറേറ്റീവ് സെറ്റ് ചെയ്യാൻ ഒരു വലിയ ശ്രമം നടത്തും. എങ്ങനെയെങ്കിലും തെലങ്കാനയിൽ അവർ തോൽക്കാൻ പോകുമായിരുന്നു. നടത്തിയൊരു നെറേറ്റീവ് എന്തായിരുന്നു? നെറേറ്റീവ് BRS BJP-ന്റെ ഒപ്പമാണ്. അവിടെ നടന്നു. കാരണം അവിടെ BJP റെസ്പോണ്ട് ചെയ്തില്ല. അതുപോലെ 2014 നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചു, നിങ്ങൾ റിസർച്ച് ചെയ്തു. മാധ്യമത്തോട് ഞാൻ റിസർച്ച് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. 14, 19, 24 ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി എല്ലാ ഇലക്ഷൻ തോൽക്കാൻ പോകുന്ന മുമ്പ് ഒരു 10 ദിവസം മുമ്പ് തുടങ്ങുന്ന ഒരു പുതിയ നറേറ്റീവ്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് ഈ CPM BJP-ന്റെ B ടീമാണ്. രണ്ടാമത്തെ ഭാഗമാണ് രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് അസറ്റ്സ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇത് 2024, ഞാൻ എന്നെ കുറിച്ച് ഞാൻ പറയണേ, 2008 മുതൽ 18 കൊല്ലം കോൺഗ്രസ് തപ്പി നോക്കി എന്നെ അറ്റാക്ക് ചെയ്യാൻ ഒരു ശ്രമമല്ല, 2 ശ്രമമല്ല, എത്രയോ ശ്രമം നടത്തിയതാണ്. 2008 ഞാൻ 2G സ്കാം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് എന്നെ റെയ്ഡ് ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ഈ കോൺഗ്രസ് പാർട്ടിയും അത് കഴിഞ്ഞിട്ട് CPM-ഉം എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നതാണ്, അതൊന്നും നടക്കില്ല. ഈ 24 പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് റീസൈക്കിൾ ചെയ്ത് ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഏറെ ബഹുമാനത്തോട് പറയുന്നു, മോനെ വിട്, വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യൂ. അതാണ് ജനങ്ങളുടെ ആവശ്യം. എൻ്റെ വീട്, എൻ്റെ മോട്ടോർ സൈക്കിൾ, എൻ്റെ ഇൻകം ടാക്സ്,
എൻ്റെ ഭാര്യ, എൻ്റെ മറ്റേത് ഇഷ്യൂ ആണെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 24-ൽ നിങ്ങളിത് റേസ് ചെയ്ത ഇഷ്യൂ ആണ്. 2 കൊല്ലം നിങ്ങൾക്കുണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ ഒരു നുണ പ്രചരണമെല്ലാം നടത്തി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനോ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, BJPനെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. അതൊന്നും നടക്കില്ല. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് തോൽക്കുക. തോൽക്കും എന്ന് 100% പേടിയോണ്ടാണ് ഈ ഒരു പുതിയ തന്ത്രം, ഒരു പുതിയ രീതി കോൺഗ്രസിന്റെ. പുതിയ രീതിയല്ല, പഴയ രീതി. പക്ഷെ ഈ ഇലക്ഷനിലൊരു ഇൻട്രൊഡക്ഷൻ. ഞാൻ കൃത്യമായ മാധ്യമ സുഹൃത്തോട് വഴി ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. 2004 എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസും CPM അവരുടെ ഒരു അന്ധധാരണ, പിന്നെ അവർ ഈ സൃഷ്ടിച്ചൊരു നറേറ്റീവ്. ഇന്നും ആ കേസ് അലൈവാണ് ക്രിമിനൽ കോർട്ടിൽ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു, ഞാൻ സമുദായ നേതാവുമാർക്ക് കാശ് കൊടുത്തിട്ടാണ് ജയിക്കാൻ പോകുന്നത്. അപ്പൊ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഞാൻ ജയിക്കാൻ പോകുന്നു. പേടിച്ചിട്ട് അതൊരു പ്രചരണം നടത്തി. ഇന്ന് അവര് കോർട്ടിൽ പറഞ്ഞു, ഇല്ല അത് ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോ ഇന്ന് രാവിലെ ഞാൻ പ്രചരണത്തിൽ പോകുമ്പോൾ മാധ്യമ സുഹൃത്ത് എന്നെ കണ്ടു, ഇതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടോ എൻ്റെ ഇൻകം ടാക്സോ ഇതിനെക്കുറിച്ച് കോൺഗ്രസിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോർട്ടിൽ പോവുക, പരാതി ഫയൽ ചെയ്യുക. ഞാൻ തയ്യാറാണ് അതിന് ഡിഫെൻഡ് ചെയ്യാൻ. 20 കൊല്ലമായി ഞാൻ പോളിറ്റിക്സിൽ. ഒരു ഒറ്റ ബ്ലാക്ക് മാർക്ക് എൻ്റെ പൊളിറ്റിക്കൽ റെക്കോർഡിൽ ഇല്ല. കോൺഗ്രസ് പറഞ്ഞാലോ, കോൺഗ്രസ് ഒരു നുണ പറഞ്ഞാൽ അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി. അത് അവര് പറഞ്ഞു, ആരോപിക്കട്ടെ. അത് ആദ്യം പറഞ്ഞതല്ലേ, 24 ലോക്സഭ ഇലക്ഷനിൽ ഇതന്നെയാണ് അവര് പറഞ്ഞത്. 100%. അതിൽ സംശയമുണ്ടോ? 2 പേരും പേടിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ 0 ഉയർന്നു വരുമ്പോൾ 2 പേരുടെ വോട്ടാണ് നമ്മൾ കിട്ടുന്നത്. ഇപ്പോ ധർമ്മടവും പരവൂരും 2 സ്ഥലത്തും പോയല്ലോ, ഞങ്ങള് അദാലത്ത് ചെയ്തല്ലോ. അവിടെ ക്ലിയർ അല്ലേ? 20 കൊല്ലമായി കുത്തിയിരിക്കുന്ന ഒരു MLA ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിന്റെ ഒരു നിയോജക മണ്ഡലത്തിലും ജനങ്ങൾക്ക് കുടിവെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ മതിയായി എന്ന് അവര് പറഞ്ഞു. അത് പേടിച്ചിട്ടുണ്ട്. അതിലൊരു സംശയമില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഈ പുതിയ ഇപ്പൊ ഒരു 15 ദിവസം മുമ്പ് എന്തിനാണ് ആരാണ് B ടീം ആരാണ് C ടീം എന്ന് പറഞ്ഞ് നടക്കുന്നത്? അത് നിങ്ങൾ ചോദിക്കണം. പെട്ടെന്ന് എന്താണ് ഈ B ടീം ആണെങ്കിൽ B ടീം തീരുമാനിക്കേണ്ടത് 1 കൊല്ലം മുമ്പേ അല്ലേ? അല്ല, നോക്കൂ, ഇവര് ഈ 2 പാർട്ടിയും 2 എല്ലാം ഒന്നാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതാണ്. അപ്പൊ അവര് ഞങ്ങളെ തോൽപ്പിക്കാൻ എന്തും ചെയ്യും, ഏത് ലെവലിൽ വരെ പോവും. അതില് ഒരു സംശയമില്ല. അത് ഞാൻ എന്തിനാ ഇപ്പൊ പറയണത്? അയ്യോ പറഞ്ഞാൽ നിങ്ങൾ അവരോട് പോയി പറയില്ലേ? അത് നോക്കൂ, നിയമപരമായ എന്ത് ചെയ്ത നോക്ക്, ഇല്ല 100% ഇല്ല. അത് ചെയ്യട്ടെ. നിങ്ങൾ എന്തിനാ ഇവിടെ അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യുന്നത്? അത് കോർട്ടിൽ പോട്ടെ. നിങ്ങൾ എന്തിനാണ് ഇവിടെ? എനിക്ക് അതിൽ താല്പര്യമില്ല. നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ ഉത്തരം തരുന്നു. അവരല്ല ചോദിക്കുന്നത്, അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി. അവർ ചോദിക്കുന്ന ചോദ്യം കോർട്ട് വഴി, ഇലക്ഷൻ കമ്മീഷൻ വഴി അവർ അന്വേഷിക്കട്ടെ. അല്ല, ഞാനൊരു വിഡ്ഢിയാണോ? നോക്കൂ, അല്ല, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു വിഡ്ഢീൻ്റെ ഒരു സൈൻ എന്തെങ്കിലും അവിടെ? ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഒളിച്ചു വെക്കാൻ പോവാണോ? ഇത് എന്താണ് നിങ്ങൾ പറയുന്നത്? ഇവരെ നോക്കൂ, ഞാൻ ഇത് ഏറെ റെസ്പോൺസിബിലിറ്റി പറയണേ. ഇതൊരു വിഡ്ഢിത്തരമാണ്. ഞാൻ കുറച്ചൊരു അക്കംപ്ലിഷ്ഡ് ആളാണ്. എത്ര കൊല്ലമായിട്ട് കുറച്ച് അനുഭവമുള്ള ഒരാളാണ്. ഇതെല്ലാം എന്നെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? ഇത് കോൺഗ്രസ് മാത്രമാണ് ഇത് എന്തിനാണ് ചെയ്യുന്നത്?
ഇവർക്കറിയാം 24-ല് ഇത് തന്നെയാണ് അവർ ചോദിച്ചത്, ഇതന്നെ സെയിം പോയിന്റ്. പിന്നെ 2 കൊല്ലം ഒന്നും ചെയ്തില്ല. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, എങ്ങനെങ്കിലും ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്ത് ഇതിനൊരു മെയിൻ ടോപ്പിക് ആക്കാൻ. ഞങ്ങൾ വികസനം പറയുമ്പോൾ നിങ്ങളുടെ 10 കൊല്ലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇത് അവർക്കൊരു കൺവീനിയൻസ് സ്ട്രാറ്റജി അല്ലേ. പക്ഷെ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് വ്യത്യാസം. സന്തോഷം, സന്തോഷം. മാറ്റി വെക്കട്ടെ. അത് എല്ലാവരുടെയും കുറെ നോമിനേഷൻ ഫോം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയില്ല, പരാതി വരുമ്പോ അത് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ് പരാതി ഇൻസ്പെക്ട് ചെയ്യാൻ, നോക്കാൻ. അവർ നോക്കട്ടെ. ഓ അല്ല, നിങ്ങൾ ഉപദേശം തരുവാണോ എന്താണത്? അത് അല്ല, ഞാനൊന്നും പറഞ്ഞല്ലോ. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, എന്താണ് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ കൃത്യമായി ചോദിച്ചാൽ ഞാൻ പറയാം. അങ്ങനെ ഭൂമി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഭൂമി, ആ വീട് എന്റെ അല്ല, ഒരു കമ്പനീന്റെ ആണ് എന്ന് ഞാൻ കൃത്യമായി ഇന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. പോരെ? അല്ല, വീടുണ്ട്, നല്ല വീടുമാണ്. ഞാൻ വളരെ സ്നേഹത്തോട് ഉണ്ടാക്കിയൊരു വീടുമാണ്. അതെല്ലാം കറക്റ്റാ. പക്ഷെ ആ വീട് എന്റെ പേരിലല്ല. അതാണ് പോയിന്റ്. അതെ, ഓക്കെ. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാം, വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നത്. വീട് ഓൺ ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പാർട്ട്ണറാണ് ഞാൻ. ഇലക്ഷൻ കമ്മീഷൻ എഫിഡവിറ്റ് പ്രകാരം നിങ്ങൾ ഒരു കാൻഡിഡേറ്റിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് കാൻഡിഡേറ്റിന്റെ ഡയറക്റ്റ് ഇൻട്രസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ആ എഫിഡവിറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഇൻട്രസ്റ്റ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ഫേക്ക് ആണോ റിയൽ ആണോ എവിടെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കൊരു മെയിലും കിട്ടിയില്ല. എന്തോ? അത് കമ്മീഷനോട് ചോദിച്ചാൽ പോരെ. ഞാൻ കമ്മീഷനല്ലോ. ഇനിയിപ്പോ എല്ലാം എന്നെ ആക്കണ്ട. എന്തെത്തിക്കണം? അത് ഞാനല്ല കേട്ടോ. ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ BJP കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് എന്നാ ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നു. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവര് വന്ന് പിന്നെന്താ ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവര് പോയി. ശിവൻകുട്ടിക്ക് അങ്ങനെ പേടി, അതിനെ കുറിച്ചല്ല പേടി. ശിവൻകുട്ടിക്ക് വേറെ പേടിയുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല ഇവിടെ എന്താ പേടി.